നമസ്കാരം. കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിൽ എൻഫോഴ്സ്മെന്റ് കുറ്റപത്രം സമർപ്പിച്ചു. ചരിത്രത്തിൽ ആദ്യമായി CPM എന്ന് പറയുന്ന പാർട്ടിയും പ്രതിപട്ടികയിലുണ്ട്. CPM ജില്ലാ സെക്രട്ടറിമാരെ പ്രതികളാക്കിയിട്ടുണ്ട്. പാർട്ടിയെയും പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തി. MM വർഗീസ്, AC മൊയ്തീൻ, K രാധാകൃഷ്ണൻ MP തുടങ്ങിയവരെ പ്രതികളാക്കിയിട്ടുണ്ട്. അന്വേഷണ ഉദ്യോഗസ്ഥനായ നിർമ്മൽ കുമാർ മോഷ കലൂർ PMLA കോടതിയിലാണ് കുറ്റപത്രം സമർപ്പിച്ചത്. അന്തിമ കുറ്റപത്രത്തിൽ പുതിയതായി 27 പ്രതികൾ കൂടിയുണ്ട്. മൊത്തം പ്രതികൾ 83 തട്ടിപ്പ് നടത്തിയത് വഴി പ്രതികൾ സമ്പാദിച്ചത് 180 കോടിയെന്ന് കുറ്റപത്രത്തിൽ പറയുന്നു. പ്രതികളുടെ സ്വത്തുക്കളിൽ നിന്നും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടുകെട്ടിയത് 128 കോടിയാണ്. അന്തിമ കുറ്റപത്രത്തിൽ പ്രതിയാക്കപ്പെട്ടത് CPM പാർട്ടി ഉൾപ്പെടെ 8 രാഷ്ട്രീയ പ്രവർത്തകരും. ആദ്യമായാണ് സാമ്പത്തിക തട്ടിപ്പ് കേസിൽ കേരളത്തിലെ ഒരു രാഷ്ട്രീയ പാർട്ടി പ്രതിയാകുന്നത്. അതുകൊണ്ട് തന്നെ ഈ കേസിന്റെ വിചാരണയും വിധിയുമെല്ലാം കേരള രാഷ്ട്രീയത്തെ ഏറെ സ്വാധീനിക്കും. നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് അടുക്കുമ്പോഴാണ് EDയുടെ ഈ നിർണായക നീക്കമെന്നതും പ്രസക്തമാണ്. കേസിലെ രാഷ്ട്രീയ പ്രതികൾ പ്രധാനപ്പെട്ടവർ ഇവരാണ്: മധു അമ്പലപ്പുറം, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, MM വർഗീസ്, രാധാകൃഷ്ണൻ MP, AR പീതാംബരൻ, MP രാജു, KC പ്രേമരാജൻ, ജോർജ് AJ, ജോസഫ് AJ, ജോസഫ് EF, ഷിജിൻ, അനിൽകുമാർ ED, സിബിൻ AR, സണ്ണി TT, ശ്രീജിത്ത് P, റോഷൻ നാരായണൻ, സുദേവൻ VG, അബ്ദുഖ് ഗഫൂർ, വിൻസ് വർഗീസ്, ജയൻ KV, സുകുമാരൻ OA, സദാനന്ദൻ CK, ജോയ് PJ, അരുൺ PR, ജിൻലാൽ CV, സുനിൽകുമാർ KK തുടങ്ങിയവരാണ്. തൃശൂർ കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിലെ അന്തിമ കുറ്റപത്രമാണ് തിങ്കളാഴ്ച എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കോടതിയിൽ സമർപ്പിച്ചത്. കരുവന്നൂർ ബാങ്ക് വഴി കള്ളപ്പണ ഇടപാട് നടന്നുവെന്നാണ് ED റിപ്പോർട്ടിൽ പറയുന്നത്. അസിസ്റ്റന്റ് ഡയറക്ടർ നിർമ്മൽ കുമാർ മോശയാണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ. അഡ്വക്കേറ്റ് സന്തോഷ് ജോസാണ് കുറ്റപത്രം സമർപ്പിക്കുന്നത്. ബാങ്കിലെ രഹസ്യ അക്കൗണ്ടുകൾ വഴി CPMന്റെ കള്ളപ്പണ ഇടപാട് നടന്നുവെന്നാണ് ED റിപ്പോർട്ടിലുള്ളത്. CPM ജില്ലാ നേതൃത്വത്തിന്റെ അറിവോടെയാണ് കള്ളപ്പണ ഇടപാട് നടന്നത് എന്നാണ് EDയുടെ കണ്ടെത്തൽ. കള്ളപ്പണ ഇടപാട് നടന്ന രഹസ്യ അക്കൗണ്ടുകളെക്കുറിച്ച് ആദായ നികുതി റിട്ടേണുകളിൽ വിവരങ്ങൾ ഉണ്ടായിരുന്നില്ലെന്നും ED റിപ്പോർട്ടിലുണ്ട്. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പിൽ നിക്ഷേപകർക്ക് പണം തിരികെ നൽകുന്നത് പ്രതിസന്ധിയിലായതോടെ റോസ്വാലി മാതൃക പരീക്ഷിക്കാൻ ED ഒരുങ്ങുന്നതായും സൂചനയുണ്ട്. പശ്ചിമ ബംഗാളിനെ ഉലച്ച റോസ്വാലി ചിട്ടി തട്ടിപ്പിൽ 31 ലക്ഷം നിക്ഷേപകരുടെ 17,520 കോടിയാണ് നഷ്ടമായത്. ഇതിൽ ED കണ്ടുകെട്ടിയ സ്വത്തുക്കൾ നിക്ഷേപകർ തിരികെ നൽകാൻ വിരമിച്ച ഹൈക്കോടതി ജഡ്ജി ചെയർമാനായി അസറ്റ് ഡിസ്പോസൽ കമ്മിറ്റിയെ നിയോഗിക്കുകയായിരുന്നു. ഇതുവരെ 32,319 നിക്ഷേപകർക്ക് 22 കോടി രൂപ തിരികെ നൽകി. ഇതേ രീതിയിൽ കരുവന്നൂരിലും ADC കൊണ്ടുവരാനാണ് നീക്കം. കരുവന്നൂർ തട്ടിപ്പിൽ പണം നഷ്ടമായ 6 പേർ കഴിഞ്ഞ വർഷം കോടതിയെ സമീപിച്ചിരുന്നു. ED കണ്ടുകെട്ടിയ സ്വത്തുക്കളിൽ നിന്നും തങ്ങൾക്ക് നഷ്ടമായ പണം തിരികെ ലഭിക്കണമെന്നായിരുന്നു ആവശ്യം. തുക കൈമാറുന്നതിന് എതിർപ്പില്ലെന്ന് കോടതിയിൽ ED വ്യക്തമാക്കി. കണ്ടുകെട്ടിയ സ്വത്തുക്കൾ കരുവന്നൂർ ബാങ്കിന് കൈമാറാം, ബാങ്ക് നിക്ഷേപകർക്ക് നൽകട്ടെ എന്ന നിലപാടാണ് ED സ്വീകരിച്ചത്. ബാങ്കിനെ 10 തവണ ബന്ധപ്പെട്ടിട്ടും പ്രതികരണമില്ലാതായതോടെ ഇക്കാര്യം ED കോടതിയെ അറിയിച്ചു. നിലവിൽ ബാങ്കിന് കോടതി നോട്ടീസ് അയച്ചിട്ടുണ്ട്.